ചേലക്കരയുടെ ആകാശ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഡ്രോൺ ആചാര്യൻ പകർത്തുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേലക്കരയുടെ സൗന്ദര്യം, ചേലുള്ള ഒരു കരയാണ് ഈ ചേലക്കര എന്നാണ് നമ്മുടെ നാട്ടുകാർ അവകാശപ്പെടുന്നത്. നമുക്ക് അങ്ങനെ തോന്നുന്നു, ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? അപ്പോൾ എന്തായാലും BPS ലേക്ക് ഷോർ പ്രസൻസ് SKN ചേലക്കരയിൽ തുടരുകയാണ്. ഞാനിപ്പോൾ ഈ മോളുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിരിക്കും. മോളുടെ പേരെന്താ പറഞ്ഞേ? അനുശ്രീ കുട്ടി. എന്റെ പ്രശ്നം എന്ന് പറയും, എന്റെ കൈ ഇങ്ങനെ വേശിയായിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അത് എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുന്നൊരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ തോളിൽ കയ്യിലിട്ടത്. എങ്ങനെയുണ്ടോ കൈ? രസമുണ്ടല്ലേ? നല്ല തമാശല്ലേ? ഓക്കെ. മോൾ ഡാൻസ് ശരിയല്ലേ? അപ്പൊ ഞാനും മോളോട് ഒരു ഡാൻസ് ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ. ആഷ്മി ജാഗ്രതയോടെ ഇരുന്നോളൂ. ഗംഭീര മിക്കവാറും. മോളെ ഏതാ ഡാൻസ്? അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, എനിക്കറിയാവുന്ന ഡാൻസ് തന്നെ അവൾ കൊണ്ടുപോകും. ഓക്കെ, മോളുടെ കുന്തളത്തിൽ എന്റെ കൈ കുരുങ്ങി കേട്ടോ. ഓക്കെ, അതുങ്ങളെ ചേർന്നോളൂ. അപ്പൊ ആഷ്മി നമ്മൾ എങ്ങോട്ടാ? നമുക്കാണെങ്കിലും ഒരു വാർത്തയുണ്ട്. എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് നടപടി ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ അപേക്ഷയിൽ വിധി ഇന്നാണ്. നമുക്കൊരു കാര്യം ഇതൊക്കെ എങ്ങനെ പോയി? സൂപ്പറായി, അടിപൊളി. എന്റെ പേര് അനീഫ. അപ്പൊ ചേച്ചി എന്റെ കൂടെ പഴയെടുത്ത് ചേച്ചി എന്തി? എന്താ പേര്? ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ചേലക്കര സുഖമാണോ? ചേലക്കരക്കാരിയാണോ? ചേലുള്ള കരയാണോ? ജീവിതമൊക്കെ എങ്ങനെ? എന്തെങ്ങനെ മാറിക്കുന്നേ? ടെൻഷൻ ഉണ്ടോ? ഇല്ല. എന്താ പേര്? ഓക്കെ, സന്തോഷല്ലേ? ഓക്കെ. രക്ഷോടാ ശ്രമിച്ചേ, ഓടി രക്ഷോട്. അത്ര അപകടകാരിയാണോ? അല്ല. എന്താ പേരെന്താ? ജീവിതമൊക്കെ എങ്ങനെ? നിങ്ങൾ അത്യാവശ്യം നമ്മുടെ ആശാ വർക്കേഴ്സ് തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നല്ലേ? ഇവിടെ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ മൊലാളി സ്ഥലത്തോണ്ട് ഇപ്പൊ എന്റെ മണ്ടക്കിട്ട് അടിക്കും അല്ലേ? ഓക്കെ. ലിസി കുറെ കാലമായോ ജോലി തുടങ്ങിയിട്ട്? എവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ ലിസി? എന്തോ കണ്ടപ്പോ ഒന്ന് നോക്കി ആഷ്മി, ഒരു പരിചിത മുഖം പോലെ തോന്നി. ആഷ്മി കണ്ടിട്ടുണ്ടോ? ഫോട്ടോയില്ല അല്ലേ? അപ്പൊ ചേട്ടാ, ഓക്കെ. നമ്മുടെ ചേട്ടാ എങ്ങനെയുണ്ട് കാര്യങ്ങള്? നന്നായി പോണു. ചേട്ടാ എത്ര ഓട്ടോ ഉണ്ട് ചേട്ടാ ചേലക്കര? ഇവിടെ ഒരു 600 ഓട്ടോ. 600 ഓട്ടോയ്ക്കൊക്കെ ഉള്ള സ്കോപ്പ് ഉണ്ട് ഇവിടെ? 6-7 സ്റ്റാൻഡുകളുണ്ട് ചേലക്കര. 7 സ്റ്റാൻഡുണ്ട്. ഇത്രയും ഓട്ടോകൾ ഓടാനുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? ഉണ്ട്. പഴയ പോലെ ഇല്ലെങ്കിലും ജീവിച്ചു പോവാം. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വാഹനം ഓട്ടോ തന്നെയാണ്. ആണോ? അപ്പൊ അടിയും വഴക്കൊക്കെ ഉണ്ടോ? മീറ്റർ ഇട്ടാണോ ഓടുന്നത്? എല്ലാ മീറ്റർ ഇട്ടാണ് ഓടുന്നത്. ആണോ? നിയമപരമായിട്ട് ആൾക്കാർ നിയമപരമായിട്ട് കൃത്യം കാശ് വാങ്ങിക്കും. 10 പൈസ കുടിച്ചിട്ട് ആരും ഇവിടെ കുത്തും പറയണ്ടാകില്ല. പക്ഷെ ഈ സാധാരണ ഈ മയക്കുമരുന്നും ഡ്രഗ്സും ഒക്കെ പലപ്പോഴും ഓട്ടോറിക്ഷക്കാർക്കാണ് ഇത് കൃത്യമായിട്ട് അറിയാം. കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന ഓട്ടോക്കാർ പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും അനുഭവം? ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സദാചാര പോലീസാവും. അങ്ങനെ ഒരു പേടിയുണ്ട്. അല്ല സാറേ, ഇതുവരെക്ക് അല്ല, ഞങ്ങൾ ഇതുവരെക്ക് പേടിച്ചിരുന്നതാണ്. പിന്നെ ഒരു വ്യക്തി വരുമ്പോൾ നമുക്ക് അല്ല നമ്മൾക്ക് പേടിയതാണ്. ഇതെന്ന് മാത്രമല്ല, പല കേസുകളും നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് തിരിച്ച് നമ്മുടെ പേർക്ക് വരുമോ എന്നുള്ളൊരു പേടി. സദാചാര പോലീസ് ആവുമ്പോൾ നീ വലിയവനായെന്ന് പറയും. അതുകൊണ്ട് പിന്നെ നമ്മള് പ്രതികരിക്കാൻ ഭേദം.